ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉള്ളിക്കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. കൂടാതെ അതിൻ്റെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ എണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 1 കപ്പ് അളവിലുള്ള ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് വളരെ കനം കുറച്ചരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിത് ആദ്യം തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും ഈ ഉപ്പ് ചേർത്ത് നമ്മളിതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടമാനം ഫ്രൈ ആക്കി എടുക്കേണ്ടത്, നല്ലൊരു ബ്രൗൺ കളറായി വരണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് വഴറ്റി എടുക്കാനായിട്ട്. അപ്പോൾ അത് ചെറു തീയിലതൊന്ന് വഴരട്ടെ. അപ്പോൾ ഞാനിതിന് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ല, എന്നാൽ ആവശ്യത്തിന് പുളിയുമുണ്ട്. ആ ഒരു രീതിയിലുള്ള തൈര് നല്ല വണ്ണം ഒന്ന് ഉടച്ചാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് അളവിലുള്ള തൈരാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ അളവിലുള്ള കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകും കൂടെ ചേർത്തിട്ട് 1 പച്ചമുളകും കൂടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ കിച്ചടി എന്ന് പറയുന്നതിന് അധികം എരിവ് ചേർക്കാറില്ല. അപ്പം ആദ്യം നമ്മൾ പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ അരപ്പിനകത്തേക്ക് 1 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്ന് ഒരു 4 സ്പൂൺ കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കിച്ചടിക്ക് വെള്ളം ചേർക്കത്തില്ല നമ്മൾ. അപ്പോൾ ദേ നോക്കൂ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാനിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കറി നല്ലവണ്ണം കുറുകിയ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 5 സ്പൂണോളം തൈര് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി നോക്കണം. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കണം. ഒരുപാട് നമ്മൾ ഈ കറി തിളച്ച് വല്ലാണ്ടാവരുത്. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. ഒന്ന് വേകണം കറി, അതായത് ഈ അരപ്പ്. അല്ലാതെ ഒരുപാട് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നോക്കൂ, ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ ഒരുവിധം നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തൈരൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നോക്കൂ, ബാക്കിയുള്ള തൈരും കൂടെ ഞാൻ ഒഴിച്ചപ്പോൾ നല്ലൊരു കുറുകിയ പരുവത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിച്ചടി ഇരിക്കാനായിട്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും അല്പം, അതായത് ഒരു 1/4 സ്പൂൺ അളവിലുള്ള ഉലുവയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് പൊട്ടുന്ന നല്ലൊരു സ്മെല്ലൊക്കെ വരണം. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇത് അതായത് ഇത് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര പെട്ടെന്നായി നോക്കൂ. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി കൊണ്ട് തന്നെ ഉണ്ടാക്കണം. അതുകൂടാതെ ഈ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു ടൈം എടുക്കത്തുള്ളൂ. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ അധികം പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലൊരു കറി ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.